അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മുന്തിരി കൊണ്ട് 2 റെസിപ്പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും വായിൽ കപ്പലോടുന്ന 2 റെസിപ്പീസ്, അതായത് മുന്തിരി അച്ചാറും മുന്തിരി ഉപ്പിലിട്ടതും. അതിനായിട്ട് പുളിയുള്ളതും മധുരം കുറഞ്ഞതുമായ പച്ചമുന്തിരിയാണ് നമ്മൾ എടുത്തത്. ആദ്യം നമുക്ക് മുന്തിരി ഉപ്പിലിടുന്നത് നോക്കാം. ഇവിടെ നമ്മൾ അച്ചാറിനും ഉപ്പിലിടുന്നതിനും വേണ്ടി പച്ചമുന്തിരി നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഉപ്പിലിടാൻ വേണ്ടിയുള്ള വെള്ളം തയ്യാറാക്കാം. അതിനായിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പും വിനീഗറും ചേർത്ത് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം അത് ആറാൻ വെക്കാം. ഇവിടെ നമ്മൾ ഉപ്പിലിടാനായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളകും മുന്തിരിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് തിളപ്പിച്ചാറിയ വിനീഗറും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുന്തിരി ഉപ്പിലിട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പിടിച്ച് മുളകും പിടിച്ചെല്ലാം ഇത് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. പച്ചമുന്തിരി അച്ചാർ. എന്നിട്ട് നമ്മൾ ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, കുറച്ച് ഉലുവ, 2 പച്ചമുളക്, 2 ഉണക്കമുളക്, മുന്തിരി, കായം, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ പച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ല ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റി അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളത്തിൽ വിനീഗർ ചേർത്തത് ഒഴിച്ചു കൊടുക്കാം. അതിന് നല്ല രീതിയിൽ തിള വരുമ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും മുന്തിരിയും നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കായവും 1 സ്പൂൺ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ മുന്തിരി അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല 2 റെസിപ്പീസായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 2 റെസിപ്പീസാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.